ബ്രോക്കോളി തോരൻ ഉണ്ടാക്കാവേ. അതിനുവേണ്ടി ഞാൻ 2 ബ്രോക്കോളി എടുത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വെള്ളത്തിലിട്ട് മുക്കി വെച്ച് ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് വൃത്തിയായിട്ട്. നമ്മുടെ ബ്രോക്കോളി നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒത്തിരി കുഞ്ഞതല്ല, എന്നാൽ മിനിമം പോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരു സവോള എൻ്റെ കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബ്രോക്കോളിക്കകത്തോട്ട് ഞാൻ 3-4 പച്ചമുളക് കൂടെ അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാത്രം വെച്ച് അതിനകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചീഞ്ചട്ടിക്കകത്തോട്ട്. അതിനുശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുവാണ്. അതിനുശേഷം 2 കരിയാപ്പിലയും ഒരു സവോളയും കൂടെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാമേ. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച ബ്രോക്കോളി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാമേ. അതിനുശേഷം നമുക്ക് അടി കൂട്ടി ഇളക്കി ഒന്ന് അടച്ച് വെക്കാമേ. വെള്ളം ഒഴിക്കാതെ നമുക്ക് വേവിച്ചെടുക്കാമേ. ഞാൻ അതിലൂടെ ഒരു 1/2 സ്പൂൺ ഉപ്പൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അടച്ച് വെക്കാമേ. ഒരു നുള്ളി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാമേ. നമ്മുടെ ബ്രോക്കോളി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് ഒരു 1/4 തേങ്ങ ഇട്ടിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. തേങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിലും ഇട്ട് കൊടുക്കാമേ. ഞാനിപ്പോൾ ഒരു 1/4 കൂടുതൽ തേങ്ങ ഇട്ട് കൊടുക്കുന്നുള്ളൂ. വേണമെങ്കിൽ തേങ്ങ കൂടുതൽ ഇട്ട് കൊടുക്കാമോ, അത് എത്രയുടെ ഇതനുസരിച്ചാണ്. ഒന്നുകൂടെ ഒന്ന് അടച്ച് കൊടുക്കാമേ. അപ്പോൾ നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട്. ബ്രോക്കോളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു മുട്ട എൻ്റെ നടുക്കോട്ട് ഇട്ട് കൊടുക്കുവാണേ. നിങ്ങൾക്ക് വേണം 1-2 മുട്ട ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മുട്ട ഇട്ട് കൊടുക്കുന്നുള്ളേ. നമ്മുടെ മുട്ടയൊക്കെ നല്ലതായിട്ട് വെന്ത് ഇരിപ്പുണ്ട്. മുട്ട ഓപ്ഷനിലാണേ, നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട ഇല്ലാതെ ഉണ്ടാക്കാമേ. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ബ്രോക്കോളി ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു വെജിറ്റബിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒത്തിരി നല്ലതാണ്. നമുക്ക് ഷുഗറോ അമിതവണ്ണം അങ്ങനെയുള്ള ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ള ഒരു വെജിറ്റബിളാണ് ഇത്. അത്രേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.